കറപ്ഷൻ ഫ്രീ റെസൊല്യൂഷൻ അത് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അല്ല, അതൊക്കെ വിമർശനങ്ങളാണ്. ഇത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് അതിനകത്ത് തന്നെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. അല്ല, ഇന്നെല്ലാം സാങ്കേതികമായി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നോർമലൈസ് ചെയ്യും. പക്ഷെ നാളെ മുതൽ അതിന്റെ പരിഹാര മാർഗങ്ങളെല്ലാം പ്രാവർത്തികമായി തുടങ്ങാൻ പറ്റും. അതിനെ സംബന്ധിച്ച് നാളെ മുതലല്ല, നാളെ മറ്റന്നാൾ കൊണ്ട് സപ്ലൈസ് വന്നു കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റും. അത്രയേ ഉള്ളൂ. അല്ല, അത് അതിന്റെ ക്രമത്തിൽ വരുന്നുണ്ട്. ഇപ്പം കേന്ദ്രത്തിന്റെ ഫണ്ടിങ്ങിൽ തന്നെ ഉണ്ട് പുതിയ അല്ല, അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല. മിനിസ്ട്രി ആയിട്ട് റിലേറ്റ് തന്നെയാണ്. ഞാൻ ആ വകുപ്പിന്റെ മന്ത്രിയല്ല. അങ്ങനെ അതൊക്കെ ചർച്ച ചെയ്തു. അതിനെ സംബന്ധിച്ചൊക്കെ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ അവര് ഒന്ന് റീവാമ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ സത്യത്തിൽ ഒരു ലേസൺ മിനിസ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ വിഷയങ്ങളുടെയും ഒരു റിപ്പോർട്ട് ഇപ്പൊ തന്നെ തയ്യാറാവും. ഫിനാൻസ് മിനിസ്ട്രിയിൽ പോകേണ്ട റിക്വസ്റ്റ് പോവും. CSRന്റെ കാര്യത്തിലുള്ള സപ്പോർട്ടിന് അതിനെ സംബന്ധിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ചെയ്യും. വീഴ്ചകൾ ഉണ്ടാവും. എവിടെയാണ് വീഴ്ചകൾ ഉണ്ടാകുന്നത്? അല്ല, അതൊക്കെ അവർ പരിശോധിച്ചോളും. നമുക്കിപ്പോ അതല്ലല്ലോ വേണ്ടത്, റീവാമ്പ് ചെയ്യണം അല്ലെ? അത് എത്രയും പെട്ടെന്നാവണം. അത് സാധ്യമായിട്ടുണ്ട്. റീസ്റ്റാർട്ട് ചെയ്യും. അത് ഹോസ്പിറ്റലിൽ നിന്ന് അതിനുള്ള റിലീസ് വരും, ഒഫീഷ്യൽ റിലീസ് വരും. അതും ചർച്ചയിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ആ റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങളെല്ലാം കേന്ദ്രമന്ത്രിമാരെ അറിയിക്കും. ഞാൻ ഡോക്ടർ വീണ ജോർജിനെ ഞാൻ കാലത്ത് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത്, അതിനകത്തുള്ള പേയ്മെന്റ്സിന്റെ കാര്യം എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഹൃദയത്തിന്റെ എനിക്ക് തോന്നുന്ന ഏകദേശം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 8 ലക്ഷം രൂപയുടെ കാര്യത്തിലാണ് ഓഡിറ്റ് ഡിഫറൻസസ് ഉണ്ട്. അതും അവര് പരിഹരിക്കുന്നുണ്ട്. ഇല്ല, പ്രശ്നം ഏതാണ്ട് പൂർണ്ണമായും പരിഹരിച്ച ഒരു മട്ടാണ് ഇപ്പോൾ അവസാനം ഞങ്ങൾ അറൈവ് ചെയ്തിട്ടുള്ളത്. പുറത്ത് മീഡിയയിൽ വന്ന അത്രയും